പിണറായി വിജയൻ്റെ അഴിമതിക്കാലം കഴിഞ്ഞു. പിണറായി വിജയൻ്റെ കാലം അഴിമതിക്കാലമാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നുവെന്ന് ചോദിച്ചാൽ, ആ ഭരണം കഴിഞ്ഞ 1.5 മാസത്തിനിടയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ പത്രങ്ങളിലും അല്ലാതെയുമൊക്കെ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും വായിക്കുന്ന കാര്യങ്ങളുമൊക്കെ നോക്കിയാൽ മതി. ഒന്ന്, കഴിഞ്ഞ 1.5 മാസമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിയമന അഴിമതികളും മറ്റുമായിട്ട് 4.5 ലക്ഷത്തോളം പരാതികളാണ് ഇതുവരെ കിട്ടിയത്. 1.5 മാസം കൊണ്ട് 4 ലക്ഷം പരാതികൾ. അപ്പോൾ നിയമനം എന്നുള്ളത് കേരളത്തിലെ എപ്പോഴും അഴിമതി നിറഞ്ഞ ഒരു പരിപാടിയാണ്. ബന്ധു നിയമനമായിട്ടും അല്ലെ പണം കൊടുത്ത നിയമനമായിട്ടും അർഹതയില്ലാത്തവർക്ക് നിയമനമായിട്ടും ഒക്കെ അഴിമതി ഏറ്റവും നിറഞ്ഞൊരു മേഖലയാണ് ഈ നിയമനമെന്ന് പറഞ്ഞാൽ. അപ്പോൾ PSC അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു അഴിമതിയുടെ. അവിടെ പിണറായി വിജയൻ്റെ സ്വന്തക്കാരെയും പുള്ളിക്ക് ഇഷ്ടക്കാരെയും പുള്ളി പറയുന്നത് കേൾക്കുന്നവരെയൊക്കെ PSC അംഗങ്ങളായിട്ടൊക്കെ നിയമിച്ച് അങ്ങനെ അവിടെ അഴിമതി കൊടികുത്തി വാഴുന്നൊരു കാലമായിരുന്നു എന്നുള്ളൊരു തെളിവാണ് ഈ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് 4 ലക്ഷം പരാതികൾ. 2, ഒരു മന്ത്രി തന്നെ പറയുകയാണ് മഴ കാരണമാണ് റോഡിൽ കുഴിയുണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ റോഡിൽ കുഴിയുണ്ട് എങ്കിൽ ഈ ഭരണം ഏറ്റെടുത്ത് 1.5 മാസം കൊണ്ട് കുഴിയുണ്ടാകുന്നത് മഴ കാരണമൊന്നുമല്ല. അതിന് മുമ്പുണ്ടായിരുന്ന ഭരണത്തിൽ PWD കരാറുകാരുടെ അഴിമതി, ആ മന്ത്രിയുടെ അഴിമതി, മന്ത്രിസഭയുടെ അഴിമതി, അങ്ങനെയുള്ള ആ ഒരു കാരണം കൊണ്ടാണ് കുഴി ഉണ്ടാകുന്നത്. അല്ലാതെ മഴ കൊണ്ട് കുഴി ഉണ്ടാകണം, മഴയുള്ള എല്ലാ പ്രദേശത്തും എല്ലായിടത്തും കുഴി ഉണ്ടാകണമല്ലോ. അങ്ങനെ മഴയുള്ള പ്രദേശങ്ങൾ ഈ പല പ്രദേശങ്ങളിലും ഉണ്ട്, അവിടെ ഒന്നും അങ്ങനെ കുഴി ഉണ്ടാകുന്നില്ല. അടുത്ത ഒരു കാര്യം, ഒരു ആരോഗ്യമന്ത്രി പറയുന്നു മഴ കൂടുന്നത് കൊണ്ട് ഇവിടെ അസുഖങ്ങളെല്ലാം കൂടുന്നു. അപ്പോൾ ആരോഗ്യരംഗത്തെ അഴിമതി എത്രയായിരുന്നു? ഈ പനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിപ്പ 2018 മറ്റോ ഇവിടെ ആദ്യം തുടങ്ങിയതാണ്. ഇതുവരെയായിട്ടും അതിനൊരു പ്രതിവിധി കാണാനോ ഗവേഷണം നടത്താനോ, എന്തുകൊണ്ടാണ് ഈ ഓവാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നത് എന്നുള്ള ഗവേഷണം കൽക്കട്ടയിലും ബംഗ്ലാദേശിലും അവിടെയൊക്കെ പണ്ടേ അതിൻ്റെ ഗവേഷണമൊക്കെ നടത്തി അവരുടെ പ്രതിവിധി കണ്ടുപിടിച്ചു. ഇവിടെ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഇവിടെ അഴിമതി നടത്തുന്നതിലായിരുന്നു പ്രധാന താല്പര്യം എന്നുള്ളത്. അങ്ങനെ ഓരോ മേഖലയും അങ്ങനെ. അതുപോലെ പശ്ചിമ കൊച്ചി കുടിവെള്ളമില്ല, കുടിവെള്ള പദ്ധതികൾ ഇവിടെ കുറേ നടക്കുന്നുണ്ടായിരുന്നു, കുറേ കോടികൾ ചിലവാക്കി, എന്നിട്ടും എന്താ മനുഷ്യർക്ക് കുടിവെള്ളമില്ലാത്ത. അപ്പോൾ അങ്ങനെ ഒരു അഴിമതിക്കാലമായിരുന്നു പിണറായി വിജയൻ്റെ കാലം എന്നുള്ളത് ഈ പിണറായി വിജയൻ്റെ ആ ഒരു ഭരണം കഴിഞ്ഞ് ഉടനെ തന്നെ ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പുറമേ ഇനി വരാനുണ്ട്. അപ്പോൾ പിണറായി വിജയൻ എങ്ങനെയാണ് ഈ അഴിമതി കാലത്തെ ഒരു നയം എന്തായിരുന്നു, എങ്ങനെയാണ് ഈ അഴിമതിക്കാലം പിണറായി വിജയൻ കൊണ്ടുപോയിരുന്നത്? അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അഴിമതി കാണിക്കുന്നവരെ, അഴിമതിക്കാരെ സംരക്ഷിക്കുക. അതുപോലെ അഴിമതിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഒതുക്കുക, അവരെ നശിപ്പിക്കുക, അവരെ ഉപദ്രവിക്കുക, അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക. ഇതൊക്കെയായിരുന്നു പിണറായി വിജയൻ്റെ വിനോദങ്ങൾ. അപ്പോൾ സാധാരണ നമ്മൾ അടുത്ത കാലത്ത് കേട്ടിരിക്കുന്ന ഈ IAS-ലുള്ള പ്രശാന്ത് IAS-നെ അദ്ദേഹം അഴിമതിക്കെതിരെ ശബ്ദിച്ചതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിനെതിരെ 9ഓളം നടപടികൾ, ഡിസിപ്ലിനറി ആക്ഷൻ നടപടികൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലെടുത്തു. രണ്ടാമത് ഡോക്ടർ B അശോകിനെതിരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, അഴിമതിക്കെതിരെ നിലപാടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട്. അപ്പം IAS-ലുള്ള ഈ 2 പേരുടെ നമ്മൾ അടുത്ത കാലത്ത് കേട്ടു. പക്ഷേ IAS-ലുള്ളവർ മാത്രമല്ല, സ്റ്റേറ്റ് സർവീസിലുള്ള എത്രയോ വകുപ്പുകളിലുള്ള ആൾക്കാരെ ഇങ്ങനെ തലങ്ങും ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിശബ്ദരാക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതൊക്കെ പിണറായിയുടെ അഴിമതിക്കാലത്തെ ഒരു നടപടിയായിരുന്നു. ഹോണസ്റ്റായിട്ടുള്ള, അഴിമതിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്ന, അഴിമതിക്കെതിരെ പറയുന്ന, അഴിമതിക്കെതിരെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം നിശബ്ദരാക്കുക, അവരെ ഉപദ്രവിക്കുക, അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക എന്നുള്ളത് പിണറായി വിജയൻ്റെ ഒരു വിനോദമായിരുന്നു. അതൊരു ഭാഗം. രണ്ടാമത്, ഈ അഴിമതി കാണിക്കുന്നവരെ സംരക്ഷിക്കുക. അപ്പോൾ അത് ഇപ്പം ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയുടെ ഒരു നാൾ വഴി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പോലുമല്ല, കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളെ പോലും അഴിമതിക്കാരനാണ് എന്നുള്ളത് കൊണ്ട് സംരക്ഷിക്കുക എന്നുള്ള നയമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നത് പിന്നെ മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രതിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിലെ INTUC-യുടെ വലിയ പ്രസിഡൻറ്റും ഈ KPCC-യോ അല്ലെ AICC-യോ അതിലെയൊക്കെ അംഗങ്ങളായിരുന്നുള്ള ആളുകളെ വരെ സംരക്ഷിക്കുന്ന നയം, അതായത് അഴിമതിക്കാരാണോ സംരക്ഷിക്കും എന്നുള്ളതാണ് ശ്രീ പിണറായി വിജയൻ്റെ നയം. അതാണ് അഴിമതി നയം. അപ്പോൾ അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എത്രയോ കേസുകൾ നമ്മൾ, പാറ്റൂർ കേസ്, അതുപോലെ KMML കേസ്, അതുപോലെ മലബാർ സിമെൻറ്റ്സ് കേസ്, ബാർ കേസ്, അങ്ങനെ എത്രയോ കേസുകളിൽ, അതുപോലെ മൈക്രോ ഫിനാൻസ് കേസ്, ഇങ്ങനെ എത്രയോ കേസുകളിലാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നയം
അഴിമതിക്കാർക്ക് ഒരു പോറൽ പോലും പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഏക്കരുത് എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ അഴിമതി നയം. അപ്പോൾ അത് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അഴിമതിക്കാരെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പിണറായി വിജയൻ ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുകയും അഴിമതിക്കെതിരെ നിലപാടുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിന് എങ്ങനെയായിരുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ കൂടിയാണ്. ഒന്നാമത്തെ കാര്യം, 2019 തന്നെ ശ്രീ പിണറായി വിജയൻ CBI കേരളത്തിൽ അന്വേഷണം നടത്തേണ്ട അഴിമതി കാര്യങ്ങൾ എന്ന ഒരു തീരുമാനമെടുത്തു. അങ്ങനെ CBI ഇവിടെ അന്വേഷണം നടത്തുന്ന ആ ഒരു NOC എന്ന് പറയുന്ന അല്ലെ അനുമതി നൽകുന്ന കാര്യം അദ്ദേഹം റദ്ദാക്കി. അങ്ങനെ CBI ഇവിടെ കേരളത്തിൽ അന്വേഷിക്കേണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഴിമതി നിരോധന നിയമത്തിലൊരു സെക്ഷനുണ്ട്, സെക്ഷൻ 17. സെക്ഷൻ 17 അനുസരിച്ച് കേരളത്തിൽ ഏതെങ്കിലും ഒരു അഴിമതി ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ മന്ത്രിമാരോ നടത്തിയെന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം ശ്രീ പിണറായി വിജയൻ തന്നെ എടുക്കും. അപ്പോൾ ശ്രീ പിണറായി വിജയൻ തീരുമാനമെടുത്താൽ മാത്രമേ അഴിമതിക്കെതിരെയുള്ളൊരു അന്വേഷണം നടത്താൻ കേരളത്തിൽ പറ്റത്തുള്ളൂ എന്നുള്ളത് ഈ അഴിമതി നിയമത്തിൽ സെക്ഷൻ 17 അനുസരിച്ച് പിണറായി വിജയനാണ് തീരുമാനിക്കുക അഴിമതി അന്വേഷിക്കണമെന്നുള്ളത്. പിന്നെ അഴിമതിക്കാർക്ക് വളരെ സുഖമല്ലേ, കാരണം പിണറായി വിജയനെ ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഴിമതി എത്ര കാണിച്ചാലും ശരി അന്വേഷണം ഉണ്ടാവില്ല. അപ്പോൾ അഴിമതിക്കാർക്ക് സംരക്ഷണം അങ്ങനെ. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി ഹൈക്കോടതിയോ അല്ലെ വേറെ ഏതെങ്കിലും ഏജൻസികൾ പറഞ്ഞിട്ട് അന്വേഷണം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ വലിയൊരു വിഷയമായി അപ്പോൾ അന്വേഷണം നടത്താൻ നിർബന്ധിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്തും അന്വേഷണ ഏജൻസി. പക്ഷേ അതിനുശേഷം ഈ നിയമത്തിൽ തന്നെ സെക്ഷൻ 19 ഉണ്ട്, അത് പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്ന് പറയും. പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകത്തില്ല. അതാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ 2016 17 മറ്റോ ആണ് വിജിലൻസ് കേസെടുത്തു. വിജിലൻസ് അന്വേഷിച്ച കുറ്റക്കാരാണ് ഈ അതിലെ 1-ാം പ്രതിയും 2-ാം പ്രതിയും എന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും ആ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസിൽ നിന്ന് നേരെ പിണറായി വിജയൻ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഉദ്യോഗസ്ഥൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അസുഖമായിട്ട് കിടന്നിട്ട് പോലും ഒരു അവധി പോലും കൊടുക്കാതെ ആ ഉദ്യോഗസ്ഥനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കി, കഷ്ടപ്പെടുത്തി. കാരണം എന്താണ്, അദ്ദേഹം സത്യസന്ധമായിട്ട് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ അന്വേഷണം നടത്തി എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹം KFCയിലെ മറ്റേ നിയമിതനായപ്പോഴത്തേനും അവിടെയും എന്തോ അഴിമതി ക്കെതിരെ ഒരു റിപ്പോർട്ട് ചെയ്തതിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിരുന്നു. ഈ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് അഴിമതിക്കെതിരെ ഒരു നടപടി എടുത്തതിൻ്റെ പേരിൽ. പിന്നെ കശുവണ്ടി കേസ് CBI അന്വേഷിച്ചു. അപ്പം വേറൊരു ഏജൻസി അന്വേഷിച്ച് കഴിഞ്ഞിട്ടും അത് അഴിമതി ഉണ്ട് എന്നും പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് പിണറായി വിജയൻ അത് വെച്ച് താമസിപ്പിച്ച് ഹൈക്കോടതി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിൻ്റെ പരാതിക്കാരൻ ഹൈക്കോടതി പോയതുകൊണ്ടാണ് ഹൈക്കോടതി അതിൽ ഇടപെടേണ്ടി വന്നത്. എന്നിട്ട് പോലും പിണറായി വിജയൻ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുത്തു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കശുവണ്ടി. അത് സെക്ഷൻ 19 ഉപയോഗിച്ചാണ് ചെയ്തത്. ഇനി ഈ ആദ്യത്തെ CBIക്ക് അനുമതി കൊടുത്തു എന്നുള്ളത്, രണ്ടാമത് സെക്ഷൻ 17 അനുസരിച്ച് അന്വേഷിക്കാൻ പോലും അനുമതി കൊടുക്കത്തില്ല അഴിമതിയുടെ പരാതി വന്നാൽ, മൂന്നാമത് ഇനി ഏതെങ്കിലും കാരണവശാൽ അന്വേഷിക്കേണ്ടി വന്നാൽ അത് സെക്ഷൻ 19 അനുസരിച്ച് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കത്തില്ല എന്നുള്ളത് മാത്രമല്ല, നാലാമത്തെ ഒരു മെത്തേഡും കൂടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അഴിമതികൾ സംരക്ഷിക്കാൻ വേണ്ടി വിരമിച്ച IPS IAS ഉദ്യോഗസ്ഥർ, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സുരക്ഷിത വലയമായിട്ട് അവിടെയൊക്കെ റിട്ടയർമെൻറ്റിന് ശേഷവും നിയമിച്ച് നിർത്തിയിരുന്നു. അവർക്ക് അപ്പോൾ CBIയിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ബന്ധം പുലർത്താൻ പറ്റിയ ഉദ്യോഗസ്ഥനെ അഴിമതിക്ക് ശേഷം ഈ വിരമിച്ച ശേഷവും അദ്ദേഹം പരിപാലിച്ച് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് തസ്തികകളൊക്കെ നൽകി സംവിധാനങ്ങളൊക്കെ നൽകി സംരക്ഷിച്ചു പോന്നു. അതുപോലെ IAS ഉദ്യോഗസ്ഥരെ, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെയൊക്കെ അങ്ങനെ പുള്ളിക്കെതിരെ ഒരു വലയം തീർത്തു. എന്ന് മാത്രമല്ല, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരെ അഴിമതിക്ക് ഈ വിരമിച്ച ശേഷവും പുനർനിയമനം നൽകി അവരെ വീണ്ടും നിയമിക്കുന്നതിലൂടെ ഒരു വലിയ സന്ദേശവും പിണറായി വിജയൻ നൽകുന്നുണ്ട്. നിങ്ങൾ അഴിമതി കാണിക്കുക, അഴിമതിക്ക് കൂട്ടുനിൽക്കുക, അങ്ങനെയാണ് നിങ്ങൾ വിരമിച്ചാലും ശരി നിങ്ങൾക്ക് നിയമനം കിട്ടും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു സന്ദേശവും. അതേസമയം അഴിമതിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ ശബ്ദിക്കുകയോ നിലപാടെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സസ്പെൻഡ് ചെയ്യും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്തു എന്നുള്ള സന്ദേശവും ശ്രീ പിണറായി വിജയൻ നൽകിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഈ 4 വിധത്തിലാണ് ശ്രീ പിണറായി വിജയൻ അഴിമതിക്കാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അഴിമതി നയം
കഴിഞ്ഞ 8-9 വർഷമായിട്ട് കേരളത്തിൽ നടപ്പാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ബലം എന്താണ്? ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന ഈ ലഹരിക്കെതിരെയുള്ള ഒരു കാര്യം കഴിഞ്ഞ 1-1.5 മാസം കൊണ്ട് നടപ്പാക്കിയപ്പോൾ തന്നെ എത്ര കോടിയുടെ ലഹരി മരുന്നുകളാണ് ഇവിടെ പിടിക്കുന്നത്, എത്രയോ പേരെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ പിണറായി വിജയൻ്റെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ലഹരി ഇല്ലായിരുന്നോ? അപ്പോൾ ലഹരി ഇത്രയും വളർന്ന് പന്തലിച്ചു. അപ്പോൾ ലഹരി കള്ളക്കടത്തുകാരെ എന്ന് പറയുന്നത് വലിയ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കിവിടെ പടർന്ന് പന്തലിക്കാനുള്ളൊരു അവസരമുണ്ടായി. അതുപോലെ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് നിരന്തരം, അതിപ്പോൾ ആരും ശ്രദ്ധിക്കുന്നുമില്ല, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ മറ്റ് PSC നിയമനങ്ങൾ, ബന്ധു നിയമനങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിർബാധം നടന്നുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഈ ഒരു പിണറായി വിജയൻ്റെ അഴിമതി കാലഘട്ടത്തിൽ ഇവിടെ അഴിമതിക്കാർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മുടെ സമൂഹം തന്നെ നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലഹരിയുടെയും അതുപോലെ ബാറുകളുടെ എണ്ണം കൂട്ടിയും മദ്യപിക്കാനുള്ള സമയം തന്നെ 12 മണി വരെയാക്കി രാത്രി, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഈ കേരളത്തിൽ ഈ പിണറായി വിജയൻ്റെ അഴിമതിക്കാലം കൊണ്ട് ഉണ്ടായി എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.